ഓള് പറൂഷക്ക് പോവാനേ അവ തോറ്റിങ്ങാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കുഞ്ഞി കർഷക സംതൃപ്തിയാണ് കേട്ടോ. പീഡിപ്പിച്ചു ഞാൻ സ്കൂൾക്കും പോകില്ല. കുഞ്ഞിപ്പൂക്ക് വരക്കപ്പ ഞാൻ നീച്ചിക്കണോ ഇപ്പോഴും തല്ല് കിട്ടും. ഉറക്കത്തിന്ന് വല്ലാടല്ല കൊച്ച. ഒരാള് പുള്ളി മാസ്കും ചോപ്പ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മദർസ്ക പോവുക. ഒരാൾക്കിന്ന് തീരെ പൂതിയില്ലമ്മ പോവാന്. കുട്ടികൾ അങ്ങനെ തന്നെ ഇന്നലെ മദ്രസ ഉണ്ടായി. ഓൻ പോവൂല പറഞ്ഞിട്ട് ആദ്യമൊക്കെ അമ്മ മോനെ എണീക്ക, പിന്നെ അങ്ങോട്ട് എണീച്ച് പോടാ അറിഞ്ഞു. ഉണ്ട് ഇല്ല ഋഷോ പോയിക്കോ ഋഷോ. വലൈക്കും അസ്സലാം. ചെറുക്കാൻ ചെരുപ്പിട്ടുള്ളത് റോട്ടിക്ക് എത്തിയിട്ടാണ്. കാല് കഴുകിട്ട് പോട്ടോ. അപ്പൊ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന പുട്ടും കടലയാണ് കേട്ടോ. ഇപ്പൊ വേഗം ഉണ്ടാക്കി തുടങ്ങാൻ. ഇപ്പൊ മോളില് ഋഷുവിന് സ്കൂൾക്ക് പോകണം 8:30 ആവുമ്പോ. അപ്പൊ തന്നെ ആയി കിട്ടണ്ടേ. ഇപ്പൊ 7 മണിയാണ് കേട്ടോ ആയത്. അപ്പൊ SSLC പരീക്ഷ. ഞാനപ്പോ ഏത് സ്കൂളിലറിയോ? ISS സ്കൂളിലാണ് കേട്ടോ. അപ്പൊ ഞാൻ CBSE ആണ്. അപ്പൊ ഇപ്പൊ CBSE കുട്ടികൾക്കൊക്കെ അറിയാം. ഇപ്പൊ നമ്മളെ ബോർഡ് എക്സാം 2 ഇതാക്കി തിരിച്ചിരിക്കുകയാണ്. ടേം 1ഉം ടേം 2യും. അപ്പൊ ടേം 1 ആണ് ഇപ്പൊ നടക്കുന്നത്. ടേം 2 ഇനി സാധാരണ എക്സാം നമ്മളെ കൊല്ലം കഴിയുമല്ലോ, ആ സമയത്തും ആക്കരാം. ഏതായാലും നല്ല രസമാണ്. ഇത്ര കാലം സ്കൂളിലൊന്നും തുറക്കൂലായിരുന്നു, ഉടായിപ്പാട്ടി നിന്നപ്പോ പെട്ടെന്ന് സ്കൂൾ തുറക്കണു, മോഡൽ എക്സാം ഉണ്ടാവണു, അങ്ങനെ ബോർഡ് എക്സാം ഉണ്ടായി. ഏതാ പരീക്ഷ? മാത്സ്. പോണതിന് മുമ്പായിങ്ങാണ്ട് നിങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ ഹെയർ കെയർ ആയിങ്ങാണ്ട് എന്താണ് യൂസ് ചെയ്യലെന്ന്. അപ്പൊ ഇപ്പൊ കുറച്ച് കാലം ഞാൻ യൂസ് ചെയ്തത് നമ്മളെ ന്യൂറിന്റെ ക്യാരറ്റ് സീഡ് ഷാമ്പു, അതുപോലെ തന്നെ ക്യാരറ്റ് സീഡ് കണ്ടീഷണറും ആണ് കേട്ടോ. അപ്പൊ അതെന്താണ് സംഭവം നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂറിന്റെ ക്യാരറ്റ് സീഡ് ഷാമ്പു. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാല് നമ്മുടെ തലയോട്ടിയിൽ ഡീപ്പ് ആയിങ്ങാണ്ട് ക്ലെൻസ് ചെയ്യും. അതുപോലെ നമുക്ക് ഹെയറിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ്, ഇച്ചിങ്, അതുപോലെ തന്നെ വെള്ള നേര, അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ നമ്മൾ എണ്ണൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവണ ആ ഷൈനിങ് ഒന്നും ഇത് വാഷ് ചെയ്ത് കളയില്ല കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്റ് സീഡ്സ് കൊണ്ടാണല്ലോ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള വൈറ്റമിൻ എ, ആൽഫ, ബീറ്റ, ഗാമ, കെരോട്ടിൻസ്, കെരോട്ടിനോയിഡ്സ്, അതുപോലെ തന്നെ ടുക്കോഫിറോൾസ്, അതിന്റെയൊക്കെ നാച്ചുറൽ പവർ ഹൗസ് ആണ് ക്യാരറ്റ് സീഡ്സ്. മാത്രല്ല ഇത് നമ്മളെ ഹെയർ നല്ലൊരു ഷൈൻ കൊണ്ടുവരും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഹെയർ കിട്ടും. പിന്നെ UV എന്നും പൊല്യൂഷനും നമുക്ക് പ്രൊട്ടക്ഷനും തരും കേട്ടോ. അതുപോലെ നമ്മളെ ക്യാരറ്റ് സീഡിലെ ഡ്യൂക്കോളും കരോട്ടോളും ന്യൂഡ് സീഡ് ഷാമ്പുവിനെ ഡാൻഡ്രഫിന്റെയും താരനിലി പ്രതിരോധിക്കാനും കുറച്ചുകൂടെ പവർ കൊണ്ടുവരും കേട്ടോ. ഇത് ബോത്ത് മെൻ ആൻഡ് വുമണും ഏത് തലയോട്ടിക്കാർക്കും ഏത് ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പാക്കിംഗ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഒരു പൗച്ചും കിട്ടും, നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷാമ്പു ആണ്.
അപ്പോൾ ഈ വീഡിയോ കാണാൻ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മളെ നനഞ്ഞ മുടിയിലാണ് കേട്ടോ. നമ്മൾ കുളിക്കുമ്പോൾ തന്നെ എന്നിട്ട് കുറച്ച് മിനിറ്റ്സ് നമ്മൾ മുടിയിൽ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയട്ടോ. വാഷ് ചെയ്ത് കളയുമ്പോൾ മുടിയിൽ നിന്ന് നല്ലോണം അത് പൊയ്ക്കണമെന്ന് ഉറപ്പ് വരുത്തുക. സാധാരണ നമ്മളൊരു ഷാമ്പു യൂസ് ചെയ്യണ പോലെ തന്നെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂഡിന്റെ തന്നെ ക്യാരറ്റ് സീഡ് ഹെയർ കണ്ടീഷണർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിലും തലയോട്ടിയിലും pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് നല്ലൊരു ബൗൺസിങ്ങും കൂടി കൊടുക്കും കേട്ടോ. പിന്നെ അത് ടോക്സിക് ഫ്രീ ആണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ നല്ല ഷൈനിങ്ങും കൊടുക്കും. പിന്നെ ഹെയർ ബ്രേക്കേജ്, സ്പ്ലിറ്റ് എൻഡ്സ് അതൊക്കെ കുറക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുടികളെ പോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതും ബോത്ത് മെൻ ആൻഡ് വുമൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് തലയോട്ടിക്കാർക്കും ഏത് ഹെയർക്കാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ പാക്കേജും അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ കൂടി നമുക്ക് ആ പൗച്ച് കിട്ടുന്നുണ്ട്. രണ്ടും ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മളെ ന്യൂഡിൻ്റെ കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഇതും നനഞ്ഞ മുടിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുടിയുടെ നടുത്ത ഭാഗം അതേപോലെ തന്നെ മുടിൻ്റെ എൻഡൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ടൊരു 1-2 മിനിറ്റ് അവിടെ തന്നെ എന്നിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളയാട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ ന്യൂഡിൻ്റെ ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ന്യൂഡിൻ്റെ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ഷൈനിങ് ആയിട്ടുള്ള ഹെയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Then what are you waiting for? Just go and purchase. കടല അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കണം. കറിക്കും തേങ്ങ വേണം. അതുപോലെ പുട്ടെല്ലാം ഉണ്ടാക്കണം. അപ്പൊ പുട്ടുക്കും തേങ്ങ വേണം അല്ലെ. കടല കിടക്കുക ചെയ്യണേ. കടല അവിടെ കിടന്നുറങ്ങട്ടെ. എന്ത് പണിയമ്മ വെള്ളം പോയില്ലേ? ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കി കുത്തിരിക്കുന്നു. നമ്മളമ്മച്ചി കർഷക സംതൃപ്തിയാണ് കേട്ടോ. കർഷക സംതൃപ്തിയോ? അങ്ങനെ വാക്ക് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി. കറിവേപ്പില പറിക്കാൻ പോവാ. സ്വയം ഉണ്ടാക്കിയ കറിവേപ്പില. അപ്പൊ നമ്മള് തേങ്ങ വറുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അടുത്തത് പുട്ടുണ്ടാക്കാം അല്ലെ. പുട്ടും കടലിൽ നിന്ന് ഞാൻ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് തള്ളും. ഷീറ്റിലാണെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടിയിരുന്നു. എന്തേലും പഠിച്ചുകൂടോ തന്നെ ആവല്ലേ. ഇത് തിന്നാലല്ലേ നമ്മള് തള്ളുക. ഞാൻ തള്ളൂല, ഇജ്ജ് തള്ളും. ഉണ്ടാവല് എക്സാം കഴിഞ്ഞിട്ട് വേണം നല്ലോണം ഒന്ന് ചില്ല് ചെയ്യാന്. ഈ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇംഗ്ലീഷ്. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒരു ചില്ലിങ് ആക്കണം. ഈ എക്സാം കഴിഞ്ഞാൽ തന്നെ ചില്ലിങ് ആക്കണം. കാരണം ഇംഗ്ലീഷ് കുറേയൊക്കെ അറിയാം. ലാംഗ്വേജ് അല്ലേ, അപ്പൊ ഈസി ആക്കണല്ലോ. മണ്ണ് വാരി മതിയാൻ വരെ കളിച്ച് ഉണ്ണിയിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ. മലയാളം പഠിച്ച് കാണാപ്പാടം പഠിച്ച് പാടിത്തീരാനല്ലേ. പിന്നെ പണ്ടത്തെ അത് ഞാൻ മറന്നിട്ട് മണ്ണ് കൊണ്ടല്ലേ പുട്ടുണ്ടാക്കി കളിച്ചിന്. പരിപ്പൊടി പണ്ട് ഉമ്മ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഉമ്മക്ക് മെമ്മറീസ് വരുന്നുണ്ടോ? ചേട്ടന്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിങ്ങനെ പുട്ട്. അത് പുട്ടല്ലായിരുന്നു. പക്ഷെ ഞങ്ങള് കേക്കാ ഉണ്ടാക്കില്ല. എനിക്ക് കേക്കാ ഞങ്ങളെ പുട്ടി. കുറച്ചു കാലം കഴിയുമ്പോ വേറെ എന്തേലും കഴിക്കോളൂ. പിന്നെ അടുത്ത വീട്ടിലല്ല അടുത്ത തൊടുവില് റബ്ബർ തോട്ടം ഇട്ടോ. അവിടുന്ന് പാലില്ലേ, പാലെടുത്തിട്ട് വെള്ളത്തിൽ അടിച്ചിട്ട് പാൽ ചായ ഉണ്ടാക്കിന്. കുടിക്കാനല്ല, കാണാൻ കളറിന്റെ രസം. അങ്ങനെയുള്ള കളിയിട്ട് പണ്ട് ഞാൻ ചേമ്പിന്റെ അത് ചൊറുക്കുണ്ടായിട്ട് തിന്നിരുന്നു. എന്നിട്ട് പിന്നെ ചോറിലിട്ട് നോരി കുടിച്ചു അതുപോലെ ചൊറിച്ചിരുന്നു. അത് കണ്ടിട്ട് എന്താ ചൊറുക്ക നുറുക്കിട്ട് കേട്ടോ. ഉപ്പേരി പറഞ്ഞ് ഉണ്ടാക്കിയതാ കഴിയും. ഞാനത് അങ്ങോട്ട് കടിച്ച് തൊള്ളേക്ക് ഇട്ടു. പിന്നെ ഞാൻ കണ്ണി കണ്ടത് തിന്നല് നിർത്തി. നൊലോളിയോട് നൊലോളി.
കടലക്കറി ആ ഇത്ര എളുപ്പം ആയിട്ടൊന്നുമില്ല. ഈ തേങ്ങ അരച്ചിട്ട് ചേർക്കണം, പിന്നെ താളിക്കണം, അപ്പൊ കടലക്കറി റെഡിയാവും. കൊറേ ആയില്ലേ നമ്മള് കടലക്കറി പുട്ടൊക്കെ ഉണ്ടാക്കി. ആ ഇമ്മ വെറും അപ്പത്തുമ്മ ഇപ്പൊ കുറച്ചാലും ഉഡായിപ്പ് ഉഡായിപ്പ് വെച്ചാല് അതല്ലട്ടോ, ഞങ്ങൾ ഉണ്ടാക്കലായിരുന്നു പുട്ടുപൊടിയൊക്കെ. ഉണ്ടാക്കാൻ 5 കിലോനോ 10 കിലോനോ ഒക്കെ പൊടിച്ചോക്കെ അത് കഴിഞ്ഞു. ഇപ്പൊ പാക്കറ്റ് പൊടി ഉപയോഗിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഏതായാലും പിന്നെ കൊടുന്നു. ഇനി എന്നപ്പോ ഒന്ന് ഫ്രീ ആവുന്നിട്ട് വേണം നൂൽപുട്ടിനും പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കാന്. അപ്പൊ നമ്മളെ ഡാഡി വന്നു. ഡാഡി കളിക്കാൻ പോയിക്കുകയായിരുന്നു. എന്റെ എത്ര കളി പൊട്ടി തോറ്റു തൊപ്പിച്ചതാ വരുന്നു. അപ്പൊ തോറ്റിങ്ങാണ്ട് വെയർത്തങ്ങട്ടെ ഈ പുട്ടിന് ആവി വരണം അല്ലെ? പുട്ടിന് ആവി വന്നില്ല. പുട്ടിന് നൂല് കളിക്കണ്ടാവണൊക്കെ പുട്ടേ. എപ്പോഴൊക്കെ ഞാൻ എടുത്തിട്ട് ആപ്പിൾ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ചോദിച്ചു എവിടെ ആരോഗ്യം? ആരോഗ്യം എന്നാ പറഞ്ഞ, സൗന്ദര്യം എന്ന് പറയാത്ത എന്നെ തീർത്തിനുമ്മ. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. അതിനെന്ത് പുട്ടുണ്ടാക്കിയ മാത്സാണ്, പഠിച്ചിട്ട് ഏതായാലും ഇല്ല. അപ്പൊ തള്ളാൻ പാകത്തിന് എന്തെങ്കിലും കിട്ടിയാലോ നേരിട്ട് പുട്ടുണ്ടാക്കി. അവരോട് പറഞ്ഞാൽ റേഷൻ മദ്രസ പോകാൻ മടിയായിട്ട് കൃഷിനൊന്നും മടി തന്നെയാണല്ലോ എന്ത് മടിയാ? നമ്മളെ കുട്ടപ്പൂപ്പി വന്നല്ലോ. മോനെ അറിയാലോ ചന മോൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്നാ പോയി കുളിച്ച സ്കൂളിലേക്ക് പോയിരിപ്പിച്ചു. ഞാൻ സ്കൂളിലേക്കും പോകില്ല. അപ്പൊ ഞാന് യൂണിഫോം ഇടാൻ പോവുക. വലിയ സംഭവം ഒന്നുമില്ല, വെറുതെ പറയാ. ഇതെല്ലാം ഇട്ടിട്ട് വരാട്ടോ. ഋഷുവിന് സ്കൂൾക്ക് പോകാനും മദ്രസക്ക് പോകാനും നല്ല ഇൻട്രസ്റ്റ് അല്ലേ? സത്യം പറഞ്ഞ ഇഷ്ടമല്ലല്ലോ, അത് ലീവാക്കാൻ പ്ലാൻ ആയിനു. ഓള് പറൂഷക്ക് പോവാനേ. ഓൾ ദ ബെസ്റ്റ് ഡിയർ. മക്കളെ, നമുക്കൊന്ന് പണിക്കാരുണ്ട് കേട്ടോ, കുറച്ച് പണികളുണ്ട്. അപ്പൊ ഒന്ന് പണിക്കാരും കൂടെ ഉള്ള ഒരു ഡേ മൈ ലൈഫ് ആയിരിക്കും ഇന്ന്. നമ്മൾ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഡേ മൈ ലൈഫിൽ പണിക്കാരുള്ള ദിവസമാണ് കേട്ടോ. കുറച്ച് ടൈൽസിന്റെ വർക്ക് ഉണ്ട്, അതായത് ചുമരുമൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ ടൈൽസ് ഇടാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞിട്ട് വേണം പെയിന്റിങ് ചെയ്യാൻ. എന്നിട്ട് നമ്മള് ഹോം ടൂർ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പൊ കുട്ടികൾ സ്കൂൾക്ക് പോയേക്കന്നെ പണിക്കാർ വരും ചെയ്തു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ലഞ്ചിന് ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടായില്ലൂടി പരീക്ഷ? അത് ഒന്ന് മാത്രം മിസ്സായി. ഇവിടെ എന്താ എക്സാം മാത്സ് അല്ലേ? എന്നിട്ട് ചില്ലിങ്ങോ? അങ്ങനെ നമ്മൾ പണിക്കാരൊക്കെ ചോറുണ്ടാകുമ്പോ ഇപ്പൊ ഞങ്ങളും ചോറുണ്ടാൻ വന്നു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടാവും നെയ്ച്ചോറും കോഴിക്കറിയൊക്കെയാണ്. കോഴിക്കറിയൊക്കെയാണ് ഞാൻ ചില്ലി ചെയ്യാൻ പോവുക. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാല്, ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ടാ സ്കൂള്. 11-ാം തീയതി സ്കൂള്. അന്ന് പരീക്ഷ. അതും കൂടി കഴിഞ്ഞാൽ ചില്ലി. ഇപ്പൊ തന്നെ ചില്ലിങ്ങ ചാരച്ചാൽ തന്നെ വെച്ച. ഇനിയിപ്പൊ ഞാൻ ചില്ലി. പക്ഷെ എന്താന്ന് അറിയാം, പണിക്കാരുണ്ട്. ചുട്ടിട്ടിക്കണില്ലല്ലേ അമ്മ? ഒന്ന് കടക്കണം എന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പ്ലാൻ എന്താ അറിയോ, റൂമിൽ കടന്ന് ചില്ലിയ. ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ടൊന്ന് കുക്ക് ചെയ്തത്. വർക്ക് ഏരിയയിൽ ടൈൽസ് ഇടുന്ന പണിയാണ് കേട്ടോ. കുറച്ച് ടൈൽസ് ഇടാനുള്ള പരിപാടികൾ ഉണ്ട് അവിടെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ കുക്ക് ചെയ്യണത്.
സിങ്ക് ആണെങ്കിൽ വർക്ക് ഏരിയയിലാണ്. പിന്നെ ഞാൻ കഴുകാനുള്ളൊക്കെ വാഷ് ബേസിൽ വന്നിട്ടൊക്കെ കഴുകിയത് കേട്ടോ. അപ്പൊ നല്ല കഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് എനിക്ക് കുറെ ഭാഗമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ചോറുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ചോറൊക്കെ തിന്നുങ്ങാണ്ട് പോയ മനുഷ്യന്മാരാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത വെച്ചാ കുറച്ചേരം കടന്നു. ഞാൻ വീഡിയോ കുറച്ചേരം എഡിറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ വീട്ടില് പണിക്കാരാണെന്ന്. പണിക്കാര് നമ്മളെ വീട് തിരിച്ച് മറിച്ചിട്ടിക്കുകയാണ്. ഈ കോലം കണ്ടില്ലേ? ഇപ്പൊ ഞങ്ങള് തിരിച്ചിട്ട വീടിനെ മറിച്ചിടുകയാണ്. അപ്പൊ നമ്മള് വീട്ടില് എന്ത് പണിയാ നടക്കണത് അറിയോ? നമ്മളെ അടുക്കളയും നമ്മളെ വീട് പുത്തൻ വീടാക്കാൻ പോവുക. അതിന്റെ ഒരു ചെറിയ സെക്ഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. കഴിഞ്ഞ കൊല്ലം ഈ സമയമായപ്പോ ഞങ്ങളെ വീട് പണി തന്നെയായിരുന്നു. ഇനിയിപ്പോ ഇഞ്ഞും വീട് പണിയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇഞ്ഞും വീട് പണിയാക്കണം. എന്തായാലും ഇപ്പത്തെ വീട് പണി എന്താന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ കണ്ടോ, നമ്മൾ ഇവിടെ ഒക്കെ ഇപ്പൊ ടൈൽസ് ഇട്ട് കണ്ടോ കുട്ടപ്പനാക്കി. ആദ്യം റിഷുവിന് ചില്ലിങ് ആയിരുന്നൂലേ അമ്മ? എന്താ ചുമരുമ്പൊക്കെ വരച്ച് വൃത്തിയേടാക്കാലോ. അപ്പൊ അത് ഇനി ഓനക്ക് ചെയ്യാൻ പറ്റൂല. അതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഫുള്ള് ടൈൽസ് ഇട്ടു. നിലന്നൊക്കെ പറഞ്ഞ ഇതാണ് ഉമ്മ നില. എന്താ ചൊറുക്കില്ലേ? നിലത്തൊക്കെ ഒന്ന് നോക്കാം. ഐശ്വര്യ റായിന്റെ മുഖം തോറ്റു പോവും, അത്രയും ചൊറുക്ക്. ലെവലാക്കണം മക്കളെ, എനിക്ക് തിരക്കിട്ട പണിയാണ് ഞങ്ങള്. ഞങ്ങളെ പപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. പപ്പ ഉമ്മച്ചനെ സഹായിക്കാണ്. പപ്പക്ക് എന്ത് തോന്നുന്നു പപ്പ? എന്ത് തോന്നുന്നു? പപ്പക്ക് ചില്ലല്ലേ? പപ്പ ചില്ല് ചെയ്ത് കാണും. മേത്തുനിന്ന് വേർപ്പ് വരണുണ്ടല്ലേ ചില്ല് ചെയ്ത്. അപ്പൊ പപ്പ കിടക്കുള്ളൂ ഇങ്ങനത്തെ അനുഭവം. അതുകൊണ്ട് വീഡിയോ എടുത്ത് വെക്കട്ടെ, നീ കാണാൻ പുതിയപ്പോ കാണാം. അതിന് നമ്മള് ഈ ജനലിന്റെ ഇടകളിലൊക്കെ ടൈൽസ് വെക്കണുണ്ട് കേട്ടോ. ഈ അതാണ് തോന്നുന്നു ഋഷുവിന്റെ കാണാതെ പോയ മലയാളം നോട്ട്ബുക്ക്. ഒന്ന് നോക്കി നോക്കാ. ചെറുക്കന്നല്ലേ മലയാളം നോട്ട്ബുക്ക് കാണാല്ലാണ്ട് പേരും കരച്ചില് ഞാൻ തന്നെയാണ്. ഏതായാലും പെരപ്പണി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഇനി ഫുള്ള് സാധനങ്ങൾ കാണാൻ പോയതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പപ്പക്ക് നല്ല കല ഉണ്ടല്ലോ പപ്പ. നമ്മളെ ജ്വല്ലറി ഒന്നൊക്കെ പൂട്ടിയാലും നമുക്ക് ജീവിച്ചു പോവാനുള്ള മാർഗമുണ്ട്. ഞാൻ പാത്രം കഴുകിയിട്ടും പപ്പക്ക് അടിച്ചു വേണ്ടിയിട്ടും. കണ്ടോ, എന്റെ റൂമിലുണ്ട് ആ സാധനം ഒട്ടിക്കണം. അപ്പൊ ഈ വൃത്തിഹീനമായ അടുക്കള നമ്മൾ ഒരൊറ്റ ക്ലിക്കില് വൃത്തിയാക്കൂല്ലേ അമ്മ? ഒന്ന് ക്ലിക്ക് ചെയ്താ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ പണിക്കാരൊക്കെ പോയി വീടൊക്കെ വൃത്തിയാക്കി ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇനി നമ്മൾ ഇടാൻ പോണ വീഡിയോസ് എന്തൊക്കെ അറിയോ? ചലഞ്ച്, സ്കിറ്റ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം അതൊക്കെ കമന്റ് ചെയ്യും. നമ്മൾ അതൊക്കെ ഇടും അല്ലേ അമ്മ? അപ്പൊ കാരണം എന്താ വെച്ചാല് എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു ഏറെക്കുറെ. ഇനി വേറെ എക്സാം വരാണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.